ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് ബാലൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ബാലന് ആകെ ഒരു സംശയം ആവുന്നുണ്ട്. ഇത്രയേറെ ഫോട്ടോ എങ്ങനെയാണ് മിഥുൻ്റെ പേഴ്സിനകത്ത് വന്നത്? ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇയാൾക്ക് അപകടം പറ്റുന്ന ആ ദിവസം ഇവിടെ ഇവർക്ക് തന്നെ പല പരിഭവങ്ങളും പ്രശ്നങ്ങളും ഉള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നു. ആര്യനും ഇത്രയും അടങ്ങിയിട്ടുള്ളൊരു പ്രശ്നമാവോ ഇത് എന്നിങ്ങനെ സംശയിച്ചിരിക്കണം. എന്നിട്ട് പിന്നെ അയാളുടെ മനസ്സിൽ വരുന്നുണ്ട് ഗുരുവായൂരുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഗുരുവായൂർ വെച്ചിട്ട് എന്താ നടന്നത്? അന്ന് നടന്ന ആ സംഭവം ഇവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുമാത്രമല്ല, ദേവി ഈ ഇടക്കാലത്ത് എന്നോട് പറഞ്ഞിരുന്നു, ഗുരുവായൂരെന്ന് കേട്ടപ്പോൾ തന്നെ ഇവരൊരു എന്തോ പോലെയാണ് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവി വന്നോടെ നിർത്തിക്കളഞ്ഞുവെന്നും അങ്ങനെയൊക്കെ പറയുന്നു. അവിടവുമായി എന്തായിരിക്കും ബന്ധം? എന്തായാലും എല്ലാവരും കൂടെ എന്നെ പൊട്ടനാക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബാലൻ, ഗോമതി സ്റ്റോർ ബാലൻ ഇതുവരെ ആരുടെ മുന്നിലും പൊട്ടനായിട്ടില്ല. ഇനി ആർക്കും അങ്ങനെ പൊട്ടനാക്കാനും പറ്റില്ല. എല്ലാം ഞാൻ കണ്ടുപിടിക്കും. ആരും അറിയാതെ തന്നെ ഞാൻ കണ്ടുപിടിച്ചോളാം. പക്ഷേ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഗോമതി സ്റ്റോർ ബാലൻ ആരാന്ന് ഇവരെല്ലാവരും അറിയും. എല്ലാം ഞാൻ തീർക്കും. പിന്നീട് ദേവമംഗലം കാണില്ല, ദേവമംഗലത്തിൽ ഒറ്റയൊരെണ്ണം കാണില്ല. എല്ലാം ഞാൻ തീർത്തും പോരാഞ്ഞിട്ട് അവസാനം ഞാനും അങ്ങ് തീരും. ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്ന് സ്വയം ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കട്ടോ. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ ബാലൻ. ഇന്നും അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് പോകാനായിട്ട് വണ്ടിയൊക്കെ എടുക്കുമ്പോൾ എന്തായാലും കടയിലോട്ട് ചെല്ലാൻ വയ്യ. ആകെ മനസ്സ് ഡെസ്പായിപ്പോയി. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആര്യൻ അതുവഴി വരുവാട്ടോ. ആർക്കോ ഫുഡ് കൊടുത്തിട്ട് തിരിച്ച് പോണ വഴിയാണ്. അപ്പോൾ അച്ഛനെ കാണുകയാണ്. അപ്പോൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ ഇവിടെ എന്ത് പറ്റിയെന്ന് ചോദിക്കുക, ആശുപത്രിയിൽ എന്താ വന്നതിനൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ബാലൻ പറയണം, അല്ല ആര്യ, അത് എനിക്ക് നടുവേദന ചെറുതായിട്ട് തോന്നി തുടങ്ങി, അതുകൊണ്ടാണ്. ആര്യന് ചെറിയ സംശയമുണ്ട്, എല്ലാം കുറഞ്ഞൊന്നും പറഞ്ഞിട്ടാണ് കടയിലേക്ക് വന്നത്. പെട്ടെന്ന് എന്തേ? അതുമാത്രമല്ല, വൈദ്യൻ്റെ മരുന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ഇംഗ്ലീഷ് മരുന്നുമാണല്ലോ. അപ്പോൾ ഇവിടെ വരാൻ കാര്യം എന്താ? ഇങ്ങനെ ആര്യം സംശയിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നുമല്ല, എനിക്കിവിടെ എത്തിയപ്പോഴാണ് ചെറുതായിട്ടൊരു വേദന പോലെ തോന്നിയത്. അപ്പോൾ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്ത് പറഞ്ഞു ഡോക്ടർ? ഒരു ദിവസം കൊണ്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ റെസ്റ്റൊക്കെ എടുത്തിട്ട് പതിയെ കടയിൽ പോയാൽ മതിയെന്ന്. അതെങ്ങനെ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. അച്ഛനൊരു കാര്യം ചെയ്യും, ഇനി വണ്ടിയൊന്നും എടുക്കണ്ട, നടുവിന് പ്രശ്നമാവും. ഞാൻ വീട്ടിലേക്ക് കൊണ്ടാക്കാം, അതോ കടയിലേക്ക് പോകണോ? ഗോമതി സ്റ്റോറിൽ പോകണമെങ്കിൽ ഞാൻ അവിടെ കൊണ്ടാക്കാം അച്ഛാ. വേണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്ന് പറയാം. അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവി വിളിക്കുക കേട്ടോ. അച്ഛാ, കടയിലേക്ക് പുറകെ വന്നോളാന്ന് പറഞ്ഞിട്ട് ഇതുവരെയൊക്കെ ഇവിടെ എത്തിയില്ലല്ലോ, എന്തോ എത്തിയച്ചാന്ന് ചോദിക്കുക. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, മോളെ ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നില്ല, നാളെ മുതൽ വരാം. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്ക് ചെറുതായിട്ടൊന്ന് നടുവേദനിച്ചു, അങ്ങനെ ഒരു ആശുപത്രി കാണിച്ചിട്ടാ. അയ്യോ അച്ഛാ, ഞാൻ അങ്ങോട്ട് വരട്ടെ, അച്ഛൻ എന്താ പറ്റിയെന്നും പറഞ്ഞ് ദേവി അങ്ങ് വെപ്രാളം പിടിക്കാൻ കേട്ടോ. ഒന്നുമില്ല മോളെ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, പിന്നെ നീ വരെയൊന്നും വേണ്ട, കട നോക്കിക്കോ, ഇവിടെ എൻ്റെ കൂടെ ആര്യം നിൽപ്പുണ്ട്. ഓ അത് ശരി, എന്നാൽ പിന്നെ ശരി, ഞാൻ ഇനിയിപ്പോൾ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ശരി അച്ഛാന്നും പറഞ്ഞവർ ഫോൺ വയ്ക്കുക കേട്ടോ. എന്നിട്ട് ആര്യം പറയുകയാണ്, അച്ഛനെ ഞാൻ കൊണ്ടാക്കാം, അച്ഛൻ ഇനി ഈ വണ്ടിയൊന്നും എടുക്കണ്ട, അച്ഛൻ ബൈക്കിൻ്റെ പുറകിലിരുന്നോ, അതോ ഞാൻ വേറെ ടാക്സി വിളിക്കട്ടെ? വേണ്ട, ടാക്സി ഒന്നും വിളിക്കണ്ട, ഞാൻ ബൈക്കിൻ്റെ പുറകിലോട്ട് ഇരുന്നോളാം. ശരി, വണ്ടി ഞാൻ പിന്നെ അങ്ങനെ വീട്ടിൽ കൊണ്ട് എത്തിക്കാം, അച്ഛൻ കയറ്. എടാ, നീ ജോലിക്ക് പോകുന്നില്ലേ, നിനക്കതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഓ എന്ത് ബുദ്ധിമുട്ട്? അച്ഛൻ വീട്ടിൽ കിടക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. അതല്ലേ വയ്യാണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോണത് കാണുമ്പോഴല്ലേ നമുക്ക് ബുദ്ധിമുട്ട്. വേറെന്ത് ബുദ്ധിമുട്ടാണ് അച്ഛാന്ന് ഇങ്ങനെ ചോദിക്കാട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ബാലൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബാലൻ ആര്യനെ കുറച്ച് നേരം നോക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ബാലനെയും കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ആ പോകുന്ന വഴിക്ക് ബാലൻ പറയാനുണ്ട്, എടാ നീ ഒന്ന് വണ്ടി നിർത്തോ, എനിക്ക് ചെറുതായിട്ടൊരു നടുവേദന എടുക്കുന്നെന്ന്. കാരണം നടുവേദനയൊന്നുമില്ല കേട്ടോ, പക്ഷേ ഭാര്യൻ്റെ മനസ്സറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ശരി അച്ഛാന്നും പറഞ്ഞ് വണ്ടി അവിടെ നിർത്താണ്. അങ്ങനെ വണ്ടി ഒതുക്കിയെല്ലാം നിർത്തുമ്പോൾ ആര്യനോട് പതിയെ ചോദിക്കുന്നുണ്ട്, പിന്നെ എനിക്കിപ്പോൾ തീരെ വയ്യാതിരിക്കുകയല്ലേ, അതുമാത്രമല്ല ഞാനിപ്പോൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. നമുക്ക് ശരീരം വയ്യാതാകുമ്പോൾ അല്ലേടാ പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നത്. അല്ല അച്ഛൻ എന്താ ഇപ്പോൾ ചിന്തിക്കണേ? അല്ല എനിക്ക് നല്ല നടുവേദനിക്കുന്നു, ഞാനൊന്ന് തടവി തരട്ടെ അച്ഛാ. ശരി, ഇനി തടവെന്ന് പറയാം. അങ്ങനെ ആ റോഡിൻ്റെ അറ്റത്തിരുത്തി ആര്യൻ നമ്മുടെ ബാലൻ്റെ നടുവൊക്കെ തിരുമ്മി കൊടുക്കുക കേട്ടോ. ആ സമയത്ത് ബാലൻ പതിയെ ചോദിക്കുന്നുണ്ട്, പിന്നെ അച്ഛൻ എന്തുദ്ദേശിച്ചാണ് അങ്ങനെ പറയണത്? അതല്ല, വേറൊന്നും കൊണ്ടല്ല അച്ഛാ, അത് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ പ്രായമായി വരെയല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു കരുതലൊക്കെ വേണ്ടേ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാ എന്നിങ്ങനെ പറയാം കേട്ടോ. ഇതിനിടെ കൂടെ ദേവി വിളിച്ചപ്പോൾ ഒരു കാര്യം കൂടെ ദേവി പറഞ്ഞിരുന്നു കേട്ടോ. അമ്പലത്തിൽ അച്ഛന് വേണ്ടി വഴിപാട് ചെയ്യാനും പ്രത്യേകം പ്രാർത്ഥിക്കാനും ഞാൻ പോവാന്ന്. അപ്പോൾ ഉടനെ ബാലൻ അവിടെ നിന്ന് പറയുകയും ചെയ്തിരുന്നു, അമ്പലത്തിലേക്കാണെങ്കിൽ നമുക്ക് ഗുരുവായൂർ പോയാലോ എന്ന്. ഉടനെ ആര്യൻ അങ്ങ് ഞെട്ടുക. അതും ബാലൻ കണ്ടു, ഗുരുവായൂരെന്ന് പറഞ്ഞതും ഞെട്ടിയത്. അപ്പം എന്താ അച്ഛൻ പറയണത്? അച്ഛൻ ഒന്നാതെ
നടുവേദനയില്ലേ? ഗുരുവായൂരൊക്കെ എത്ര ദൂരെയാണ്, അവിടം വരെ പോകണോ? ആ, ഗോമതിക്കൊക്കെ അവിടെ നല്ല പരിചയമുണ്ടല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഗോമതിക്ക് അറിയാം. അതുകൊണ്ട് ഒരു ദിവസം നടുവേദനയൊക്കെ മാറിയിട്ട് നമുക്ക് അവിടെ പോകാൻ മോളെ എന്നും കൂടെ പറഞ്ഞിട്ടാണ് ഇവർ വണ്ടിയിൽ കയറി വരുന്നത് കേട്ടോ. അപ്പോഴേ ആര്യന് ചെറിയൊരു ഡൗട്ട് അടിച്ച് തുടങ്ങിയതാണ്. അങ്ങനെ വഴിയിൽ വെച്ചിട്ട് ബാലൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കൊക്കെ വീതിച്ച് നൽകണമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടേ ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം എന്തിനാ അച്ഛൻ ഇതൊക്കെ പറയണം? എടാ, നിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരിനൊന്നും ഞെട്ടിപ്പോവാട്ടോ. മാരേജ് സർട്ടിഫിക്കറ്റ് അതെന്തിനാ അച്ഛന് വേണം? ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. അതൊക്കെ വെച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതിനച്ഛാ, എനിക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടില്ലേ? അതെന്താ? നീ എവിടെ വെച്ചാൽ കല്യാണം കഴിഞ്ഞത്? രജിസ്റ്റർ മാരേജ് ചെയ്ത് രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണോ, അതോ അമ്പലത്തിലെങ്ങാനും വെച്ചിട്ടാണോ? ഇനി അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നാലും അവിടെ എന്തെങ്കിലും ഒരു റെക്കോർഡ് കാണാതിരിക്കില്ലല്ലോ, നമുക്കവിടെ പോയി എടുക്കാം. നീ എത്രയും വേഗം അത് എടുത്തിട്ട് വരണമെന്ന് പറയാം. ആദ്യനാണെങ്കിൽ ആകെ പരിങ്ങിപ്പോയി കേട്ടോ. ഗുരുവായൂർ വെച്ച് വെറുതെ ഒന്ന് താലി കെട്ടിയും ഇത്രയും ഇങ്ങ് കൊണ്ടുവരുമല്ലോ ചെയ്തത്, വേറെ ഒന്നും ചെയ്തിട്ട് പോലുമില്ല. അപ്പോൾ വീണ്ടും ബാലൻ പറയണം, എന്താ നിനക്ക് വല്ല മടിയുണ്ടോ എൻ്റെ കയ്യിൽ മാരേജ് സർട്ടിഫിക്കറ്റ് തരാനായിട്ട്? നിനക്ക് വയ്യെങ്കിൽ നീ സ്ഥലം പറഞ്ഞാൽ മതി, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറയാം. അയ്യോ വേണ്ട അച്ഛാ, ഒന്നും വേണ്ട, ഞാൻ തന്നെ പോയി ശരിയാക്കി തരാം. പിന്നൊരു കാര്യം, നീ തരുമല്ലോ അല്ലേ? തരാം. പിന്നെ നിനക്ക് തോന്നുമ്പോൾ തന്നാൽ പോരാ, എത്രയും വേഗം വേണം. എനിക്കാണെങ്കിൽ ഇനി അധികം നാളൊന്നും ഇങ്ങനെ എത്ര കാലം ജീവിക്കുന്നോ ഒന്നും എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാന്ന് പറയാം കേട്ടോ. അച്ഛൻ അങ്ങനെയൊന്നും പറയല്ലേ. എന്തായാലും ശരി, നിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് എത്രയും വേഗം എൻ്റെ കയ്യിൽ തന്നേക്കണമെന്ന് പറയാം. ശരി അച്ഛാന്നും പറഞ്ഞ് സമാധാനപ്പെട്ട് അവർ നേരെ വീട്ടിലേക്ക് പോകട്ടോ. രാവിലെ ആയിട്ടും ആകാശ് കടയിൽ എത്തിയിട്ടില്ല. ആകാശ് മീനാക്ഷി കൊണ്ട് നേരെ പോയത് മീനാക്ഷിയുടെ വീട്ടിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ അച്ഛനോട് പറയുന്നുണ്ട്, മീനാക്ഷി അച്ഛാ, ഇന്നലെ നടന്ന സംഭവത്തിൽ അച്ഛൻ ക്ഷമിക്ക്, അറിയാതെ പറ്റിയതാണ്, പോട്ടെ എന്നൊക്കെ. അപ്പോൾ ഉടനെ അയാൾ രവീന്ദ്രൻ പറഞ്ഞിട്ട്, പോട്ട് മോളെ, അതൊക്കെ പഴയ കാര്യമില്ല, ഞാനങ്ങ് മറന്നു. എന്തായാലും ഇതൊന്നും കാണിച്ചിങ്ങനെ ശരിയായില്ല. പക്ഷേ ബാലൻ ഈ കാണിച്ച് ശരിയായില്ലെന്ന് അയാൾ പറയട്ടോ. എനിക്ക് വേറെ ആരോടും പരിഭവമില്ല, ബാലനോട് മാത്രമേ പരിഭവമുള്ളൂ. എന്താ വെച്ചാൽ അങ്ങനെ? അല്ല, ഇന്നലെ ഒരു സംഭവം നടന്നിട്ട് ഒരു ക്ഷമ പോലും പറയാനായിട്ട് ബാലൻ ഒന്ന് ഫോൺ ചെയ്തില്ലല്ലോ. അയ്യോ, അച്ഛന് നടുവേദനയായിട്ട് കിടക്കുക, അതുകൊണ്ടാ. ഓ, നടുവേദനയെന്ന് പറഞ്ഞ് സംസാരിക്കാനും ഫോൺ വിളിക്കാനും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ. എന്നാലും ഒന്ന് വിളിച്ചിട്ട് പറയായിരുന്നു ഇങ്ങനെ സംഭവിച്ചു പോയി, പോട്ടെ എന്നെങ്കിലും. അതുപോലും ബാലൻ പറഞ്ഞില്ല. അപ്പോൾ ബാലന് നമ്മളോട് എന്തോ ദേഷ്യമുണ്ട്, അതാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആകാശിൻ്റെ മനസ്സിലങ്ങ് കുത്തിത്തിരിപ്പ് തിരിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പറയാം, അല്ലെങ്കിലും ബാലന് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. ദേവി എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? ദേവിയുടെ മാത്രം സ്വത്താണോ ആ ഒരു ഗോമതി സ്റ്റോർ എന്ന് പറയണത്? ഇങ്ങനെ പോവേണമെങ്കിൽ ആകാശം, ഇത്രയും വർഷം കൊണ്ട് നീ അവിടെ നിൽക്കുന്നല്ലേ, നിൻ്റെ പഠിപ്പും 10ാം ക്ലാസ്സിൽ വെച്ച് അയാൾ നിർത്തി, എന്നിട്ടോ കടയിൽ നിർത്തി. ഇപ്പോൾ കുറച്ച് ബാലനില്ലാത്ത സമയത്ത് നീ തന്നെയല്ലേ ആ കടയിൽ കാഷ്യറായിട്ട് ഇരിക്കേണ്ടത്? അതും പോരാ, ഇന്നലെ വന്നു കയറിയും ഒരു മരുമോളെ പിടിച്ച് അവിടെ ഇരുത്തി. എന്നിട്ടോ അവളുടെ അഹങ്കാരമോ? അപ്പോൾ നിനക്കെന്താ അവിടെ ഒരു വിലയില്ലേ ആകാശേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാലൻ എന്ത് പരിപാടിയായി കാണിക്കുന്നത്? നിന്നിൽ കൂടെ ഞങ്ങളെയും കൂടെ അപമാനിക്കണം, ഇതാണ് അതിൻ്റെ ആവശ്യമല്ലേ? പക്ഷെ ഞാനത് വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല. എന്തായാലും ഇന്നല്ല നാളെ ആയാലും ഈ ഗോമതി സ്റ്റോർ, ആ കട അവളും അവളെ അച്ഛനും കൂടെ അടിച്ചെടുക്കുന്ന എനിക്ക് തോന്നുന്നത് എന്നും പറഞ്ഞ് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ അങ്ങ് തകർക്കാട്ടും ആകാശിനോട്. ആകാശ് ഇതെല്ലാം കേട്ട് അവസാനം പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ പറയാൻ എളുപ്പം, പക്ഷേ ബാലൻ വിചാരിക്കണല്ലേ അവിടെ നടക്കത്തുള്ളൂ എന്നും പറഞ്ഞ് അവരങ്ങനെ സംസാരിക്കട്ടോ. അപ്പോൾ കടയിലേക്ക് പോവേണ്ട സമയമായിട്ടും പോവാത്തതുകൊണ്ട് മീനാക്ഷി പറയണ, ആകാശ് പോണില്ലേ? എനിക്ക് വയ്യ, ഞാൻ പൊക്കോളാം, അവരവിടെ കിടന്ന് ഇരിക്കട്ടെ. അപ്പോഴാണ് ദേവി ഫോൺ വിളിക്കുക കേട്ടോ, ആകാശിൻ്റെ ഫോണിലേക്ക്. അപ്പോൾ ആകാശിന് തീരെ പിടിക്കണില്ല. ഓ, ഇവരെന്തിനാ എന്നെ കിടന്നുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നത്? മീനാക്ഷി പറഞ്ഞോണ്ട് ഞാൻ എടുക്കാം, ഫോണിങ്ങി തന്നേരേന്ന് പറയാം കേട്ടോ. അങ്ങനെ ഫോൺ വാങ്ങിക്കുമ്പോൾ ആകാശ് പറയാ, നീ സ്പീക്കർ ഫോണിലിടാൻ. അപ്പോൾ മീനാക്ഷി ഹലോ പറയുമ്പോൾ ദേവി ചോദിക്കുന്നുണ്ട്, ആഹാ, മീനാക്ഷിയാണോ ഫോൺ എടുത്തത്? അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാ രാവിലെ കടയിൽ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ആകാശ് ഇതുവരെയും കണ്ടില്ല. പിന്നല്ലാണ്ട് ഭാര്യയും ഭർത്താവും എന്താ ഒരുമിച്ചല്ലേ ഇരിക്കുന്നത്? ആണ്, പക്ഷേ ഞാനും ആനന്ദേട്ടനും ഭാര്യയും ഭർത്താവും ആണല്ലോ, നമ്മൾ ഒരുമിച്ചല്ലല്ലോ, നമ്മൾ രണ്ടുപേരും കടയിലേക്കല്ലേ പോയത്. പിന്നെ നിങ്ങളെന്താ? അത് നമ്മുടെ ഇഷ്ടം, നമ്മൾ എങ്ങോട്ടാണ് പോകണത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ആകാശ് വരേണ്ട സമയമാകുമ്പോൾ അങ്ങ് വന്നോളൂ. പിന്നെ ഞങ്ങളെ വീട്ടിലാണ് നിൽക്കുന്നത്. അച്ഛനാണെങ്കിൽ തീരെ വയ്യ, അതുകൊണ്ടാണ്. അയ്യോ, അച്ഛൻ എന്ത് പറ്റി മീനാക്ഷി? അച്ഛൻ എന്ത് പറ്റി നിങ്ങൾക്ക് അറിയില്ലേ? ഇല്ല, എനിക്കറിയില്ല. അല്ല, പണ്ടെന്തോ ഒരു അറ്റാക്കൊക്കെ വന്ന ഒരാളാണെന്നറിയാം. ഇപ്പം എന്താ പെട്ടെന്ന് പ്രശ്നം? അറ്റാക്കൊന്നും കൊല്ലാം, പിന്നെ ഹാർട്ടിന് വേറെ കുഴപ്പമില്ല. പിന്നെ ഇപ്പം നടന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലേ? മനസ്സിനാ വിഷമം. എൻ്റെ അച്ഛനെ ഇന്നലെ അവിടെ വെച്ച് ആട്ടി ഇറക്കി മറന്നുപോയല്ലേ നിങ്ങൾ? ഓ, അതായിരുന്നോ എൻ്റെ പൊന്നു മീനാക്ഷി? ഇപ്പോഴും നിങ്ങളത് വിട്ടില്ലേ? ഇല്ല, ഞാനത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, തുടങ്ങാൻ പോവോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അത് എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞതല്ലേ, പിന്നെ എന്താ?
എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവർ സംസാരിക്കുക കേട്ടോ. അപ്പോൾ ഇത് സ്പീക്കർ ഫോണിൽ ഇട്ടേക്കുവാണല്ലോ. ഇതിനിടെ കൂടെ ഗുരുവായൂർ പോണ കാര്യം അങ്ങ് എടുത്തിടുക കേട്ടോ. അച്ഛന് ഗുരുവായൂർ പോയി ഇങ്ങനെ അച്ഛന് പെട്ടെന്ന് നടുവേദനയാണെന്ന് അച്ഛൻ ഇതുവരെയായിട്ട് ഇവിടെ എത്തിയില്ല കാര്യം പറയാം. ഗുരുവായൂരെന്ന് കേൾക്കണമെന്നും പെട്ടെന്ന് തന്നെ മീനാക്ഷി അങ്ങ് ഇതായിപ്പോയി കേട്ടോ. എന്താ മീനാക്ഷി ഗുരുവായൂരെന്ന് കേൾക്കുമ്പോൾ നിനക്കൊരു ഞെട്ടൽ? ഇതിനു മുമ്പും ഞാൻ ശ്രദ്ധിച്ചിരുന്നല്ലോ. ഞാൻ അന്നൊരു ദിവസം നിങ്ങൾ സംസാരിച്ചുകൊണ്ട് വന്നപ്പോൾ ഗുരുവായൂരത്തെ കാര്യം പറഞ്ഞത് എന്നെ കണ്ടോണ്ട് നിങ്ങൾ നിർത്തിക്കളഞ്ഞു. എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താ കാര്യം? നിങ്ങൾ തമ്മിൽ അവിടെ എന്തേലും എന്താ നീയും ആര്യനും മിത്രയും അമ്മയും ഒക്കെ അടങ്ങി എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടല്ലോ എന്ന് പറയട്ടോ. ഓ അതൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല. ശരി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആകാശ് കേട്ടിട്ട് നിൽക്കുകയാണല്ലോ. അവസാനം എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ദേവിയാണെങ്കിൽ ഇത് തന്നെ വെച്ച് പറഞ്ഞ് മീനാക്ഷിയെ ഒരു ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതായി ഇന്നത്തെ എപ്പിസോഡ്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.